CPM പാർട്ടി സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ലാസ് എടുക്കുന്നതൊക്കെ കൊള്ളാം, ഞങ്ങൾ ലീഗ് വർഗീയ സംഘടനയല്ല, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ആ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. SFIയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി, എനിക്ക് ബലമായൊരു സംശയം, ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി കട്ട് ചെയ്തിട്ട് സിനിമക്ക് പോയത് ABVP നേതാക്കന്മാർക്കൊപ്പമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ശശികല പറയുന്നത് അത് ABVP നേതാക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ട് ആ സൗഹൃദത്തിൽ നിന്നാണോ ഈ വിഷലിപ്തമായ പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത് എന്ന് സിനിമക്ക് പോകുമ്പോഴെങ്കിലും ABVP-ക്കാരെ കൈവിട്ടു പോകണം എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് പറയാൻ ഞങ്ങൾ ഈ അവസരത്തെ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷോട് ഒരു അപേക്ഷയുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ പറയുന്ന റാഗിംഗ് വലിയ രൂപത്തിൽ വന്നപ്പോ അവിടെ കഞ്ചാവും മയക്കുമരുന്നും ഹൈബ്രിഡ് കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ MV ഗോവിന്ദൻ മാഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ SFIയുടെ നേതാക്കന്മാർക്ക് പാർട്ടി ക്ലാസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. ഞങ്ങൾ MV ഗോവിന്ദൻ മാഷോട് പറയുന്നത്, നിങ്ങൾ പാർട്ടി ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം, ആ പാർട്ടി ക്ലാസ്സിൽ കട്ട് ചെയ്തു പോകുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കണം. അതിലെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, SFIയുടെ മുൻ സെക്രട്ടറി PM ആർഷയും നിലവിലെ പ്രസിഡന്റും സെക്രട്ടറിയും ആ പാർട്ടി ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. അവർ ആ സമയത്ത് അത് കട്ട് ചെയ്ത് പുറത്തുപോയതാണ്. ഇന്നലെയാണ് മനസ്സിലായത്, SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, കട്ട് ചെയ്തിട്ട് ഹൃതിക് റോഷന്റെ കഹോന പ്യാരിയെ സിനിമ കാണാനാണ് അദ്ദേഹം പോയത് എന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും CPM പാർട്ടി സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ലാസ് എടുക്കുന്നതൊക്കെ കൊള്ളാം, ഞങ്ങൾ ലീഗ് വർഗീയ സംഘടനയല്ല, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ആ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. SFIയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി, എനിക്ക് ബലമായൊരു സംശയം, ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി കട്ട് ചെയ്തിട്ട് സിനിമക്ക് പോയത് ABVP നേതാക്കന്മാർക്കൊപ്പമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ശശികല പറയുന്നത് അത് ABVP നേതാക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ട് ആ സൗഹൃദത്തിൽ നിന്നാണോ ഈ വിഷലിപ്തമായ പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത് എന്ന് സിനിമക്ക് പോകുമ്പോഴെങ്കിലും ABVP-ക്കാരെ കൈവിട്ടു പോകണം എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് പറയാൻ ഞങ്ങൾ ഈ അവസരത്തെ ആഗ്രഹിക്കുകയാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഞങ്ങൾ കേരളത്തിലെ 8 ജില്ലകളിൽ നിങ്ങളുണ്ട്, ഞങ്ങൾ സമ്മതിച്ചു, ബാക്കിയുള്ള ജില്ലകളിൽ നിങ്ങൾ ഉണ്ടോന്നാണ്. 8 ഞങ്ങളുണ്ടെന്ന് സമ്മതിച്ചല്ലോ. കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ ഞങ്ങളുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നല്ലോ SFIക്ക്. അടിവരയിട്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള ചെങ്കോട്ടകൾ മുഴുവൻ തകർത്തെറിയുന്ന സംവിധാനമായിരിക്കും MSF-ഉം KSU-യും വരാനിരിക്കുന്ന കാലങ്ങളിൽ തെക്കൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാവുക. ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത് തെക്കിൽ നിങ്ങളുണ്ടോ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തെക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ്, ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. അവിടെ സെനറ്റിൽ ഞങ്ങളുണ്ട്. SFI-ക്കാരെ നിന്നെ തോൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വല്ലാത്തൊരു കഷ്ടം എന്താ വെച്ചാൽ, ഇവരെ തോൽപ്പിച്ചാലും പോരാ, ഇനി തോൽപ്പിച്ചു എന്ന് അത് തെളിയിച്ചിട്ട് ആളുകളിൽ നിന്ന് കയ്യടി വാങ്ങേണ്ട ഗതികേടും കൂടി ഞങ്ങൾക്കാണ്. ഞങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ജയിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ട സീറ്റ് ആർക്കാണ്? SFIയുടെ സീറ്റാണ് നഷ്ടപ്പെട്ടത്. ആ സീറ്റിലാണ് ഞങ്ങൾ ജയിക്കുന്നത്. എന്നിട്ട് SFIയുടെ സെക്രട്ടറി ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കാണ്, തെക്കൻ കേരളത്തിൽ നിങ്ങളുണ്ടോ? അദ്ദേഹം ഉദ്ദേശിച്ചത് കന്യാകുമാരി ആണെങ്കിൽ സോറി, അവിടെ ഞങ്ങളില്ല. നിങ്ങൾ ഉദ്ദേശിച്ച തിരുവനന്തപുരം ആണെങ്കിൽ അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് 10-15 UEC-മാരുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു സെനറ്റ് മെമ്പർ ഉണ്ട്. ആ സെനറ്റ് മെമ്പർ കഴിഞ്ഞ തവണ സെനറ്റ് യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയാനും ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം.